ഓം ഹ്രീം ധൂം ഉത്തിഷ്ഠ പുരുഷികിം സ്വവിഷിഭയമേ സമുപസ്ഥിതം യദി ശക്യമശക്യം ഹുന്തും ദുർഗേ ഭഗവതി ശമയ സ്വാഹ നമഃ വനദുർഗമൂർത്തയേ. ഈ വനയാത്ര മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. ലോകമെമ്പാടുമുള്ള ദേവീ ഭക്തരുടെയും ശക്തി ഉപാസകരുടെയും ആശ്രയ കേന്ദ്രമാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം. കൊല്ലൂരിൽ സൗവർണികാ നദിയുടെ തെക്കേ തീരത്ത് ഘോര വനാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ സർവവരദായിനിയായ ആദിപരാശക്തിയെ ദർശിക്കാനെത്തുന്നവർ ശുദ്ധവും സ്വസ്ഥവുമായ മനഃശരീരത്തോടെയാവണം തിരുനടയിലെത്തേണ്ടത് എന്നാണ് പ്രമാണം. സങ്കല്പഃ കർമ്മമാനസം എന്നാണ് മൂകാംബികയിലെ പ്രാർത്ഥനാവിധി. അതായത് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥന മാനസിക സങ്കല്പമായിട്ടാണ് അർപ്പിക്കേണ്ടത്. ജീവിത ക്ലേശങ്ങളാലും പ്രാരാബ്ധങ്ങളാലും മറ്റ് വിവിധങ്ങളായ ചിന്തകളാലും ജ്ഞാതാജ്ഞാത ദുർശക്തികളുടെ പ്രേരണയാലും അസ്വസ്ഥമായ മനസ്സോടെ എത്തുന്നവർക്ക് മാനസിക സങ്കല്പം അസാധ്യമാകും. അതുകൊണ്ട് തന്നെ മൂകാംബിക സന്നിധിയിലെത്തും മുൻപ് നമ്മൾ എത്തേണ്ടത് മാസ്തിക്കട്ടയിലെ മാസ്തിയമ്മയ്ക്കരികിലാണ്. മാസ്തിയമ്മ എന്ന മാതൃദേവിക്കരികിലെത്തിയാൽ സ്വസ്ഥവും ശാന്തവും ഭക്തിസാന്ദ്രവുമായ മനസ്സോടെ മൂകാംബിക ദർശനം നടത്താനാകുമെന്നാണ് വിശ്വാസം. മൂകാംബികയിൽ സിംഹാസനസ്ഥയായ രാജ്ഞിയുടെ ഭാവത്തിലാണ് ഭഗവതി ശ്രീചക്രത്തിൽ കുടികൊള്ളുന്നത്. ദേവിയുടെ അംഗരക്ഷകയായ ദുർഗയാണ് മാസ്തിക്കട്ടയിലെ മാസിയമ്മ. പ്രകൃതിയുടെ സംരക്ഷണ കവചമാണ് ദുർഗ. ആദിയിൽ മാതൃദായക്കാരായ ദ്രാവിഡരുടെയും പിൽക്കാലത്ത് ശാസ്ത്രീയരുടെയും ഇപ്പോൾ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയാണ് ദുർഗ. ജയദുർഗ, വനദുർഗ, ശാന്തിദുർഗ എന്നീ 3 ഭാവത്തിലാണ് ദുർഗാദേവി കുടികൊള്ളുന്നത്. വനദുർഗയാണ് മാസ്തിക്കട്ടയിലെ മാസിയമ്മ. പരമശിവനെ ഭർത്താവായി കിട്ടാൻ പ്രകൃതി പ്രതിഭാസങ്ങൾ അത്രയും ഏറ്റുവാങ്ങി പഞ്ചഭൂതങ്ങളെയും തന്നിലേക്ക് ആവാഹിച്ച് ഘോര തപസ്സനുഷ്ഠിച്ച ആദിപരാശക്തിയായ പാർവതീദേവിയെയാണ് വനദുർഗാഭാവത്തിൽ ആരാധിക്കുന്നത്. മൂകാംബിക ക്ഷേത്രത്തിന് തെക്കു പടിഞ്ഞാറ് ദിക്കിലാണ് ജഗദംബയുടെ അംഗരക്ഷകയായ മാസ്തിയമ്മ നിലകൊള്ളുന്നത്. അമ്മയ്ക്ക് അമ്പലമോ ആൽത്തറയോ ഇല്ല. പ്രശാന്ത സുന്ദരമായ വനമോടിയിൽ മൂകാംബിക സന്നിധിയിൽ എത്തുന്നവരെ നോക്കി വഴിക്കണ്ണെന്നിട്ട് സ്വാഗത കവാടത്തിനരികിൽ തന്നെ ശാന്തസ്വരൂപിണിയായ മാസ്തിയമ്മ നിലകൊള്ളുന്നു. ഇതാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ സ്വാഗത കവാടം. ഇവിടെ നിന്ന് മുൻപോട്ട് നടക്കുമ്പോൾ ഇടതുവശത്ത് കാണുന്ന ഈ ആരാധനാ സ്ഥാനത്താണ് ഭക്തരെയും കാത്ത് മാസ്തിയമ്മ നിൽക്കുന്നത്. ഇവിടം റിസർവ് ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ വഴിയരികിൽ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് നേദിക്കാനുള്ള പൂക്കളാണ് അതിലധികവും. അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ ഒന്നും തന്നെ ഇവിടെയില്ല. വാദ്യഘോഷങ്ങളും ഭക്തിഗാനങ്ങളും ഇവിടെ മുഴങ്ങുന്നില്ല. ഘോരവനത്തിൻ്റെ സ്വച്ഛതയ്ക്ക് ഭംഗം വരുത്തുന്ന യാതൊന്നുമില്ല എന്നത് ശ്രദ്ധേയമാണ്. അമ്മയുടെ അരികിലെത്താൻ വേണ്ടിയുള്ള വഴിയിൽ തറയോട് പാകിയിട്ടുണ്ട് എന്നത് മാത്രമാണ് നിർമ്മാണ പ്രവർത്തനമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇടതുവശത്തുള്ള നാഗരുടെ നടയ്ക്ക് കമ്പി കൊണ്ട് ഒരു വേലി തീർത്തിട്ടുണ്ട്. അവിടേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. അറിയാതെ പോലും അവിടെ നാഗർക്ക് ശല്യമുണ്ടാകത്തക്ക രീതിയിൽ മനുഷ്യപാദസ്പർശം ഏൽക്കരുത് എന്നതുകൊണ്ടാകാം അവിടെ അങ്ങനെ കമ്പിവേലി കെട്ടിയിരിക്കുന്നത്. കോടികൾ മുടക്കി ക്ഷേത്രം നിർമ്മിച്ചു നൽകാൻ തയ്യാറായി മൂകാംബിക ഭക്തർ ഇവിടെ എത്തിയെങ്കിലും കാടിന്റെ ഊർവരതയിൽ ലയിച്ച് ഫലഭൂയിഷ്ടമായ മണ്ണിൽ ചവിട്ടി നിന്ന് മൂകാംബിക ദേവിയെയും ദേവിയുടെ ഭക്തരെയും സംരക്ഷിക്കണമെന്ന മാസിയമ്മയുടെ ആഗ്രഹത്തിനു മുൻപിൽ മൂകാംബിക ഭക്തർക്ക് പിന്മാറേണ്ടി വന്നു. ഇതാണ് മാസ്തിക്കട്ടയിലെ മാസ്തിയമ്മ എന്ന പ്രകൃതീശ്വരി. വനചൈതന്യത്തിൽ നിന്ന് ഊർജത്തെ ആവാഹിച്ച് തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് പകർന്നു നൽകി വാണരുളുന്ന മാതൃഭാവം. ഇവിടെ എത്തുന്നവർക്ക് ലഭിക്കുന്ന പ്രസാദം മണ്ണാണ്. ജഗദംബയുടെ കാൽച്ചുവട്ടിലെ പശിമയുള്ള മണ്ണ്. ആ മണ്ണ് തൊട്ട് നെറ്റിയിൽ തൊടുമ്പോഴുണ്ടാകുന്ന തണുപ്പും ഇവിടുത്തെ കാറ്റിന്റെ കുളിർമയും ഒക്കെ തന്നെ ദേവീഭാവത്തെയും ദേവീ സാന്നിധ്യത്തെയും അനുഭവിപ്പിക്കുന്നു. അനിർവചനീയമായ ആ അനുഭൂതിയിൽ ലയിച്ചു നിൽക്കുമ്പോൾ ജീവിത പ്രാരാബ്ദങ്ങളുടെയും ക്ലേശങ്ങളുടെയും കെട്ടഴിഞ്ഞ് അവ പ്രകൃതിയിൽ ലയിച്ച് ഇല്ലാതാകുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഊർവരതാ പൂജയുടെ ഭാഗമായിട്ടാണ് വനദുർഗ നിലകൊള്ളുന്നത്. പ്രകൃതി മാതാവായ മാസ്തിയമ്മയ്ക്ക് മുന്നിൽ
ഭക്തർ അർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഫലവത്തായതിൻ്റെ തെളിവുകളാണ് ഇവിടെ കാണുന്ന ഈ നേർച്ച വസ്തുക്കൾ. അമ്മയുടെ അനുഗ്രഹത്താൽ സൽസന്താനങ്ങളെ ലഭിച്ചവരുടെ എണ്ണമാണ് ഈ തൊട്ടിലുകൾ നമ്മോട് പറയുന്നത്. ഇവിടെ കെട്ടിയിട്ടുള്ള മണികൾ വിദ്യാതടസ്സം ഒഴിയുന്നതിനുള്ള നേർച്ചയാണ്. നല്ല വിദ്യാഭ്യാസം ലഭിച്ച് ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ മണി മുഴങ്ങുമ്പോൾ ഭക്തർ അമ്മയ്ക്ക് മണി കെട്ടുന്നു. മംഗല്യലബ്ധിക്കായി അമ്മയ്ക്ക് കരിവളയും പട്ടുമാണ് സമർപ്പിക്കുന്നത്. സർവ്വ ഐശ്വര്യത്തിനും ദുരിത നിവാരണത്തിനും വേണ്ടി സമർപ്പിക്കുന്നത് ശൂലമാണ്. അഗ്രത്തിൽ 3 കുന്തമുനകളുള്ള ശൂലമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. സത്വ തമസ് രജോ ഗുണങ്ങളെയും ഭൂതഭാവി വർത്തമാന കാലങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നവയാണ് ശൂലത്തിൻ്റെ 3 മുനകൾ. ഇതിൽ മധ്യഭാഗത്തുള്ള നേർമുനയാണ് വർത്തമാന കാലത്തെയും തമോ ഗുണത്തെയും പ്രതിനിധാനം ചെയ്യുന്നത്. ഇവ രണ്ടും സ്വയം നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞാൽ ജീവിത വിജയം സുനിശ്ചിതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനുവേണ്ടിയാണ് ഭക്തർ ദുർഗാ സമക്ഷം ശൂലം കുത്തിനിർത്തി പ്രാർത്ഥിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് മാസ്തി അമ്മയ്ക്ക് ശൃംഗാരം ചാർത്തൽ. അമ്മയെ അലങ്കരിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കമുങ്ങിൻ പൂക്കുല കൊണ്ടാണ് അമ്മയ്ക്ക് അലങ്കാരമൊരുക്കുന്നത്. പൂക്കുല കൊണ്ട് അമ്മയെ അലങ്കരിച്ച് ദീപാരാധന നടത്തുന്നു. ദീപാരാധനയുടെ ഒടുവിൽ അമ്മയുടെ തലയിൽ ചാർത്തിയ പൂക്കുല അമ്മയുടെ പാദത്തിലേക്ക് പതിയെ വീഴുന്നു. ഇങ്ങനെ വീണു കഴിഞ്ഞാൽ ഭക്തന്റെ പ്രാർത്ഥന ഫലവത്തായി തീരും എന്നതാണ് വിശ്വാസം. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധയുള്ളവർ അതൊഴിവാക്കാനായി ദാരുവിൽ തീർത്ത ദേവീ രൂപങ്ങൾ അമ്മയുടെ നടയിൽ സമർപ്പിക്കുന്ന പതിവും ഇവിടെയുണ്ട്. അത്തരത്തിൽ സമർപ്പിക്കപ്പെട്ട ഒട്ടനവധി ദാരു രൂപങ്ങൾ ഇവിടെ കാണാം. കാലപ്പഴക്കത്താൽ പലതും ദ്രവിച്ചു പോയിട്ടുണ്ട്. വാത്സല്യം തുളുമ്പുന്ന മാതൃഭാവമാണ് ഓരോ ശില്പത്തിൻ്റെയും മുഖം. ദേവീ പ്രീതിക്കായി പൊങ്കാല അർപ്പിക്കുന്ന പതിവും ഇവിടെയുണ്ട്. ഭക്തർ ദേവിക്ക് പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നത് നമുക്കിവിടെ കാണാം.
മൂകാംബികയിലെത്തുന്ന ഭക്തർ തീർച്ചയായും ഇവിടെ എത്തണം. അല്പനേരം ഇവിടെ വിശ്രമിക്കണം. മാസ്തിയമ്മയുടെ അനുഗ്രഹത്താൽ മൂകാംബിക സന്ദർശനം സാർത്ഥകമാക്കണം.